എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓണസദ്യയാണ്. ഓണസദ്യ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും വളരെ കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് ഓണസദ്യ. എന്നാൽ ആസ്വദിക്കുന്നതോടൊപ്പം അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നമ്മൾ ആരും തന്നെ ചിന്തിച്ചിട്ട് ഉണ്ടാവില്ല, അല്ലേ? എന്നാൽ ഓണസദ്യയിലെ ശാസ്ത്രീയതയെക്കുറിച്ച് വളരെ ലളിതമായി പറയുന്ന ഒരു ആരോഗ്യശാസ്ത്രമുണ്ട്. അതാണ് ആയുർവേദം അഥവാ ആയുസ്സിൻ്റെ വേദം. ആയുർവേദത്തിൻ്റെ ലക്ഷ്യം സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാരപ്രശമനം എന്നതാണ്. അതായത് സ്വസ്ഥനായ ആരോഗ്യവാനായ ഒരാൾക്ക് അയാളുടെ ആരോഗ്യം നിലനിർത്താനും എന്നാൽ ആതുരനായ അഥവാ രോഗിയായ ഒരാളുടെ രോഗം ഇല്ലാതാക്കുക എന്നതുമാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ സ്വസ്ഥനായ അഥവാ ആരോഗ്യവാനായ ഒരാളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു കാര്യമാണ് ആഹാരവിധി എന്ന് പറയുന്നത്. ഈ ആഹാരവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരം പൂർണ്ണമായി സ്വായത്തക്കമാകത്തക്ക രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക. അതാണ് ആഹാരവിധി. ഇവിടെ നമ്മൾ മലയാളികൾ ഓണസദ്യ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ആഹാരവിധി പ്രകാരമാണ്. നമുക്കൊന്ന് ഓണസദ്യ കഴിച്ച് നോക്കിയാലോ? കൈ കഴുകി റെഡിയായിരിക്കുകയാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. നാക്കില വിരിച്ച് ഒരുപാട് വിധം കൂട്ടാനുകളൊക്കെ വിളമ്പി നമ്മൾ കഴിച്ചു തുടങ്ങുകയാണ്, അല്ലേ? സാധാരണ ഊണ് കഴിക്കുന്ന പോലെയാണോ നമ്മൾ ഓണസദ്യ കഴിക്കാറ്? തീർച്ചയായും അല്ല. ചോറും കറിയും എല്ലാം കൂടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കുകയല്ല. ഓണസദ്യ കഴിക്കാൻ അതിൻ്റേതായ ഒരു രീതിയുണ്ട്. നമുക്കറിയാം, ഇല ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇലയിലിടുന്നത് എന്താണ്? ശർക്കര ഉപ്പേരിയാണ്, അല്ലേ? എന്താണ് ശർക്കര ഉപ്പേരിയുടെ ടേസ്റ്റ്? എന്താണ്? ശർക്കര ഉപ്പേരി മധുരവും ഉപ്പും ചേർന്നതാണ്. പിന്നെ ചുക്കിൻ്റെ എരിവും കൂടെ ഉണ്ടാവും. എന്താണ് ഈ രസങ്ങളിലൊക്കെ ഉള്ളതെന്നറിയോ? ഈ മധുരമാണ് നമ്മുടെ നാവിലെ ടേസ്റ്റ് ബഡ്സിനെ ഉത്തേജിപ്പിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ദഹനം എന്ന് പറയുന്ന പ്രോസസ്സ്, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വായിൽ നിന്നാണ്. വായിൽ നിന്നേ തുടങ്ങി വയറിലെത്തിയിട്ടാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ നാവിലെ മുകുളങ്ങൾ ഉത്തേജിക്കുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മളെ ദഹനത്തിന് അത് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശർക്കര ഉപ്പേരി കഴിഞ്ഞു. പിന്നെ അതിലുള്ള ചുക്ക് എന്ന് പറഞ്ഞാലും ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ കഴിക്കുക? ശർക്കര ഉപ്പേരി കഴിഞ്ഞ് പിന്നെ നമ്മൾ പുളിയിഞ്ചി കഴിക്കും, അല്ലേ? പുളിയിഞ്ചി ഉണ്ടാവും സൈഡിൽ. പുളിയിഞ്ചി എടുത്തിട്ട് കഴിക്കും. പുളിയിഞ്ചി അതുപോലെ നമുക്കറിയാം ഇഞ്ചിയാണ്, മധുരമാണ്, ഉപ്പാണ്. ഈ 3 രസങ്ങളും വീണ്ടും നമ്മളെ ടേസ്റ്റ് ബഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ചോറ് നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കും. ശകലം ചോറെടുത്തിട്ട് നെയ്യ് ഒഴിച്ച് കഴിക്കും. നെയ്യ് എന്താ ചെയ്യുന്നത്? ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കും. അഗ്നിയെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതാണ് നെയ്യ് ചെയ്യുന്ന കർമ്മം. ഇതും എന്താണ്? അഗ്നിയില്ലാതെ ഭക്ഷണം ദഹിക്കില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണ്. ചോറ് ഒരുപാട് കൂട്ടാനുകളുണ്ടാവും. എന്തൊക്കെയാണ്? മെയിൻ കറി ആയിട്ടുള്ള സാമ്പാർ, അവിയൽ, തോരൻ, അങ്ങനെ ഒരുപാട് കൂട്ടാനുകൾ വെച്ചിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങുകയാണ്. ഇതിൽ നമ്മൾ ആദ്യം കഴിക്കുന്നത് മധുരപ്രധാനമായിട്ടുള്ള കൂട്ടാനുകളാണ്, അല്ലേ? എല്ലാവരും മധുരപ്രധാനമായിട്ടുള്ള കൂട്ടാനാണ് ആദ്യം കഴിക്കുക. കാരണം മധുരമാണ് ഏറ്റവും ആദ്യം ദഹന പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ സാമ്പാർ ഒഴിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങി. അങ്ങനെ ഏകദേശം ഊണ് കഴിയാറായി. അവസാനമാണ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന
പായസം അല്ലേ? നല്ല ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് വെച്ച പ്രഥമനാണെങ്കിൽ അത്രയും ആരോഗ്യദായകമാണ്. നമുക്കറിയാം ഏറ്റവും നല്ല പാലിനൊക്കെ ഏറ്റവും ശുദ്ധമായത് തേങ്ങാപ്പാലാണ്. പായസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് പ്രഥമൻ തന്നെയാണ്. അങ്ങനെ പ്രഥമൻ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. എന്താണ്? കുറച്ച് ചോറ് മോരൊഴിച്ചിട്ട് കഴിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ മധുരത്തിൻ്റെ ആലസ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാവിലും ശരീരത്തിനൊക്കെ ചെറിയൊരു ആലസ്യം കാണും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് മോരൊഴിച്ചിട്ട് കഴിക്കുന്നത്. അതും കഴിഞ്ഞ് വിരലുകളെല്ലാം നക്കി തുടച്ച് പിന്നെ അവസാനം ഒരു പഴവും കൂടെ കഴിച്ച് നമ്മൾ ഇല മടക്കി വെക്കും അല്ലേ? നല്ലൊരു സദ്യ കഴിച്ചൂല്ലേ എല്ലാവരും? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലായിട്ടുള്ള ഹെൽത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.